ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി എഫക്റ്റീവായ ഒരു നാച്ചുറലായിട്ടുള്ളൊരു അടിപൊളി ഒരു പായ്ക്കാണ് കേട്ടോ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് മാത്രം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് ഓടിപ്പോയി നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് ഓടിപ്പോയി നോക്കാവേ. വേറൊന്നുമല്ല കൂട്ടുകാരെ, നമ്മൾ എന്നും കഴിക്കുന്ന ചോറാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ മുഖത്തിനും കഴുത്തിനും കൈക്കും കാലിലും ഒക്കെ ഇതിടാം. ആവശ്യത്തിനനുസരിച്ച് ചോറ് എടുത്തു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് മുങ്ങിക്കിടക്കുന്ന അത്രയും പാല് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ നാരങ്ങ ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. നാരങ്ങ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ആദ്യം തന്നെ ചോറും പാലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി ചെറിയ പീസുകളാക്കി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നാരങ്ങ പിഴിഞ്ഞ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നാരങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുരുവൊക്കെ ഒന്ന് എടുത്ത് കളയാം. അതിന് ശേഷം നമ്മൾ പാതി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ. ആദ്യം തന്നെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്ത് കളയുക. അപ്പം ഞാൻ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ പായ്ക്ക് ഇവിടെ സെറ്റായിട്ടിരുമുണ്ട്. ഇനി നമുക്ക് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇച്ചിരി നമുക്ക് മൊത്തത്തിൽ തേച്ച് കൊടുക്കാം. ഈ ലെമൺ കൊണ്ട് അലർജി ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ലെമൺ സ്കിപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ പാലിന് പകരം തൈര് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവേ. അതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ വെളുത്തിട്ട് പാറുമോ എന്ന് ചോദിച്ചാൽ അങ്ങനൊന്നും ആവത്തൊന്നുമില്ല. എന്നാലും നമ്മുടെ മുഖത്തെ ആ ഡൾനെസ്സും അതുപോലെ തന്നെ ടാനൊക്കെ മാറുകയില്ലേ, അങ്ങനെയൊക്കെ ഒന്ന് മാറി മുഖം നല്ല ഒരു ഇതായിട്ടിരിക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ എന്ത് പായ്ക്കിട്ട് കൊടുത്താലും കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ കഴുത്തിലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ. കണ്ടോ ഗൈസ്, വ്യത്യാസം അറിയുന്നുണ്ടോ? നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി എഫക്റ്റീവായിട്ടുള്ള നല്ല അടിപൊളി പായ്ക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ ഫേസ് ഒന്ന് കഴുകി കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലാണ് ഈ മുഖം ഒന്ന് തുടച്ചിതുപോലെ എടുക്കുന്നത് കേട്ടോ. അടിപൊളിയാണ്. നല്ല എഫക്റ്റീവായ പായ്ക്കാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ചെറിയ ചൂടുവെള്ളത്തിൽ മുഖം ഒന്ന് കഴുകി കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണേ.
അപ്പോൾ അതാ നമ്മുടെ പായ്ക്കൊക്കെ 20 മിനിറ്റിന് ശേഷം കഴുകി കളഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫേസ് ഒന്ന് കഴുകി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫേസ് വാഷ് ഒന്നും ഇടാതെ വെറുതെ കഴുകിയതാണ്. കണ്ടോ, നല്ല ഗ്ലോ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഡാർക്ക്നെസ്സും ഡൾനെസ്സും എല്ലാം ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി പായ്ക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.